നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖംസുൻ യഫ്തിറുന സ്വായിം, ഒരു നോമ്പുകാരന്റെ നോമ്പ് 5 കാരണങ്ങളാൽ മുറിഞ്ഞു പോകും, നശിച്ചു പോകും, പാഴായി പോകും. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി 5 കാര്യം. നന്മകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, നോമ്പെടുക്കുന്നത്, ഇബാദത്തെടുക്കുന്നത്, നിസ്കരിക്കുന്നത്, വഅദ് പറയുന്നത്, സദഖ ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഇതെല്ലാം നന്മകൾക്ക് വേണ്ടിയാണ്. ഈ നന്മകളെല്ലാം നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകും. പരിശുദ്ധമായ റമളാൻ മാസം ഇപ്പോഴും നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ റബ്ബേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോ പരിശുദ്ധമായ റമളാൻ സ്വീകരിക്കണോ എന്റെ സഹോദരി സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖംസുൻ യഫ്തിറുന സ്വായിം, ഒരു നോമ്പുകാരന്റെ നോമ്പിനെ നശിപ്പിച്ചു കളയുന്ന, തകർത്ത് കളയുന്ന, നിഷ്ഫലമാക്കി കളയുന്ന കർമ്മങ്ങൾ 5 കാര്യമാണ്. അതിൽ 1 അൽ കദിബു, കളവ് പറയലാണ്. 2 വൽ ഗീബത്തു, ദൂഷണം പറയലാണ്. 3 അന്നമീമത്തു, ഏഷണി പറയലാണ്. 4 വൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം ചെയ്യലാണ്. വൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം ചെയ്യലാണ്. 5ാമത്തെ ഓർമ്മ വരുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. 5 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നു. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് പോലെ നശിപ്പിച്ചു കളയും, നോമ്പ് പോലെ നശിപ്പിച്ചു കളയും. നോമ്പ് മാത്രമല്ല, ഇനി റമളാൻ മാസമായതുകൊണ്ട് റമളാനുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോ ആ നോമ്പിനെ നമുക്ക് പാഴായി പോകും, അത് നമുക്ക് നശിച്ചു പോകും. അതുണ്ടാകാതിരിക്കാൻ നമ്മുടെ ബാക്കിയുള്ള കർമ്മങ്ങളും അമലുകളും എല്ലാം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തായിരിക്കണം? ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മകൾ മുഴുവനും നമുക്ക് നശിപ്പിച്ചു കളയും. നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ, നാളെ സ്വർഗത്തിലേക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന നന്മകൾ, കർമ്മങ്ങളെല്ലാം ഈ ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ, കളവുകളുടെ പേരിൽ, വഞ്ചനയുടെ പേരിൽ, ഗീബത്ത്, നമീമത്ത്, ദൂഷണം, ഏഷണിയുടെ പേരിൽ നമ്മുടെ അമലുകളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയും. അൻതഹബത അമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയില്ല നിങ്ങളുടെ അമലുകൾ പോകുന്നത്, നമ്മളൊന്നും അറിയുന്നില്ല നമ്മുടെ അമലുകൾ പോകുന്നത്. വളരെ പെട്ടെന്ന് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും, നമ്മൾ അറിയേയില്ല. എത്ര നിസ്സാരമാണ്. അതുകൊണ്ട് നമ്മൾ എത്രയോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. പക്ഷെ ഈ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മൾ ഒരുപാട് പേര് അമലുകൾ ചെയ്യും. നമ്മൾ ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പ് പിടിച്ചു, ഞാൻ ഇന്ന് സക്കാത്ത് കൊടുത്തു, സദഖ ചെയ്തു, ഇതൊക്കെ നമ്മുടെ മനസ്സിനൊരു തൃപ്തിയായി. ഞാൻ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഇത് അല്ലാഹ് സ്വീകരിക്കണ്ടേ, അല്ലാഹ് സ്വീകരിക്കണ്ടേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു തരും. ഇല്ലെങ്കിൽ നന്മകളെല്ലാം പാഴായി പോകും. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നന്മകൾ നശിപ്പിക്കാനാണോ, നന്മകൾ നശിക്കാനാണോ നമ്മൾ ഈ അമൽ ചെയ്യുന്നത്? നമ്മുടെ ഇബാദത്തുകളെല്ലാം എന്തിനാണ്? ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ദുനിയാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. എല്ലാം ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകാറില്ല. എന്താ കൊണ്ടുപോകാറുള്ളത്? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനോടൊപ്പം ഉണ്ടാകുന്ന നന്മകൾ ഏതെല്ലാമാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യത്ബഉൽ മയ്യിത സലാസത്തുൻ, 3 കാര്യങ്ങളാണ് ഒരു മയ്യിത്തിനെ അനുഗമിക്കുക. യത്ബഉ മാലുഹു വഅഹ്ലുഹു വഅമലുഹു, അവനോടൊപ്പം അനുഗമിക്കുന്ന 3 കാര്യങ്ങളാണ്. 1 അവന്റെ സമ്പത്ത്, 2 അവന്റെ സന്താനങ്ങളും കുടുംബങ്ങളും, 3 അവന്റെ ധർമ്മങ്ങൾ, അവൻ ചെയ്ത സാലിഹായ അമലുകൾ, നന്മകൾ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവന്റെ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം യർജിഉ ഇസ്നാൻ,
രണ്ട് കാര്യങ്ങൾ മടങ്ങുകയാണ്. വയബ്ഖാ വാഹിദുൻ, ഒരു കാര്യം മാത്രം അവശേഷിക്കുമത്രേ. യർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ സമ്പത്തും അവന്റെ പ്രതാപവും അവന്റെ സന്താനങ്ങളും മടങ്ങുകയാണ്. വയബ്ഖാ അമലുഹു, അവൻ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച നന്മകളും അമലുകളും ഏതാണോ ആ കർമ്മങ്ങളും ധർമ്മങ്ങളും മാത്രമാണ് അവനോടൊപ്പം അവശേഷിക്കുക എന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവനോടൊപ്പം അവശേഷിക്കുക. അവന്റെ നന്മകൾ, അവന്റെ കർമ്മങ്ങൾ, അവൻ ചെയ്ത ധർമ്മങ്ങൾ, അതാണ് അവനോടൊപ്പം അവശേഷിക്കുക. മക്കൾ മടങ്ങിപ്പോകും, അത്തായെ കൊണ്ട് കബറടക്കി, ഉമ്മായെ കൊണ്ട് കബറടക്കി, കൂടുതൽ സമയം അവിടെ നിൽക്കുകയില്ല, നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് മടങ്ങിപ്പോവുകയാണ്. ആര് നിൽക്കാൻ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നോക്കിക്കുക ഇന്നത്തെ കാലത്തിലെ മക്കള്. വാപ്പ ഒരു അധികപ്പറ്റ എന്റെ ജുംല മുഴുത്തരുള്ള പോലെ വാപ്പായിപ്പോ ഒരു അധികപ്പറ്റായിട്ടിരിക്കട്ടെ, എങ്ങാനും തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്നൊന്ന് കൊണ്ടുപോയി കബറിനകത്തോടൊന്ന് വെച്ചിട്ട് യാ അല്ലാഹ് അലിസലാമത്താക്കാല്ലോ. ഒരല്പസമയം വാപ്പാന്റെ കബറ മനഞ്ഞൊന്നില്ലേ, ഇനി മരിച്ചു കഴിഞ്ഞു ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. വെള്ളിയാഴ്ച രാവാ, വെള്ളിയാഴ്ച ദിവസമോ വാപ്പാന്റെ കബറിലേക്ക് ഒന്ന് പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഉപ്പാന്റെ കബർ ഏതെന്ന് അറിയോ നമുക്ക്? നമ്മുടെ അത്തച്ചിയുടെ കബർ ഏതെന്ന് അറിയോ നമുക്ക്? ഒന്ന് ആലോചിച്ചു. ഒന്നും അറിയില്ല, അതിപ്പോ ആവശ്യമില്ല, അവിടെ തന്നെ പോയി നിൽക്കണമെന്നും ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറഖൗമി മുഅ്മിനീൻ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. യാ അല്ലാഹ് ഖലാസ് തീർന്നു. വളരെ പെട്ടെന്നല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ സാറ ഖബറ അബവൈഹി ഫീ കുല്ലി ജുംഅ കുതിബ ലഹു ബർറാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച ദിവസത്തിൽ പോയി സിയാറത്ത് ചെയ്താൽ അവന് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇന്ന യൗമൽ ജുമുഅ സയ്യിദുൽ അയ്യാം വഅഅ്ളമുഹാ ഇൻദല്ലാഹ് വഹുവ അഅ്ളമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹാ വയൗമിൽ ഫിത്ർ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞതായി അബൂ ലുബാബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ജുമുഅ ദിവസം എന്ന് പറഞ്ഞാൽ സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളിൽ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ്. എത്രയോ സ്ഥലങ്ങളെ ദിവസങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഇഷ്ടപ്പെട്ടു. ഇന്നല്ലാഹ അസ്തഫാ മിനൽ ഖൽഖി റുസുലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് എത്രയോ വിഭാഗത്തെ ശ്രേഷ്ഠരാക്കി, മലക്കുകളെ ശ്രേഷ്ഠരാക്കിയില്ലേ. വമിനൻ നാസി റുസുലാ, മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ അംബിയ മുർസലീങ്ങളെ ശ്രേഷ്ഠരാക്കിയില്ലേ. വമിനൽ അർളി മസാജിദാ, ഭൂമിയിൽ അല്ലാഹു ശ്രേഷ്ഠമാക്കിയ സ്ഥലങ്ങളാണ് മസ്ജിദുകൾ. ചിന്തിക്കണം, ഇവിടെ ആരെങ്കിലും വന്നിരിക്കോ? നമ്മൾ ഇരിക്കുന്ന മൊത്തം അത്ര കവലയിലാണ്. നമ്മുടെ ഇരുത്ത മൊത്തം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കവലയിലാണ്. അങ്ങാടിയിൽ നമ്മൾ ഇരിക്കുക. അള്ളാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ മിനൽ അർളിൽ മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്ത അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളാണ്. വസ്തഫാ മിനശ് ശുഹൂരി റമളാന വൽ അശ്ഹൂറൽ ഹുറം. അല്ലാഹു മാസങ്ങളിൽ ഇഷ്ടപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമളാനിന്റെ മാസവും അശ്ഹൂറുൽ ഹുറമായ 4 മാസങ്ങളും. അതായത് നമ്മളിപ്പോൾ ഏത് മാസത്തിലാണോ, ഈ റജബ്, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, ഈ 4 മാസത്തെയും അല്ലാഹു ശ്രേഷ്ഠമാക്കിയത്രേ. വസ്തഫാ മിനൽ അയ്യാമി യൗമൽ ജുമുഅ. ദിവസങ്ങളിൽ അല്ലാഹു ശ്രേഷ്ഠമാക്കിയ ദിവസമാണ് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ ജേതാവെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞ യൗമുൽ ജുമുഅ, ജുമുഅയുടെ ദിവസം. ആ ജുമുഅയുടെ ദിവസമാണ് നമ്മുടെ ഏടുകളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ട് കാണിക്കുന്നത്. യുഅറദുൽ അഅമാലു അലല്ലാഹി ഫീ കുല്ലി ജുമുഅ ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദാസന്മാരെ, ദാസിമാരെ, നമ്മുടെ നന്മകൾ അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ. ഓരോ സത്യവിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ഷഹദാ. രണ്ടുപേർക്കിടയിൽ കിടമത്സരമില്ലാതെ, രണ്ടുപേർക്കിടയിൽ തർക്കമില്ലാതെ, രണ്ടുപേര് തർക്കിച്ച് വർഷങ്ങളായി കണ്ടാൽ സംസാരിക്കുകയില്ല, പുഞ്ചിരിക്കുക
സ്വീകരിക്കുകയില്ല, സലാം പറയുകയില്ല, കൈ കൊടുക്കുകയില്ല, മുതുകു തിരിഞ്ഞു പോകുന്നു, മുഖം തിരിഞ്ഞു പോകുന്നു. എന്നാൽ ഒരു കുടുംബക്കാരനാണ്, ഒരു ഗോത്രക്കാരനാണ്, ഒരാദർശക്കാരനാണ്, ഒരു സമുദായത്തിന്റെ മക്കളാണ്. പക്ഷേ പള്ളിയിൽ വെച്ച് കണ്ടാലും മാർക്കറ്റിൽ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഒരു സലാം പറയാനോ കൈ കൊടുക്കാനോ തയ്യാറാകാതെ നമസ്കാരത്തിലും ഇബാദത്തിലും വ്യാപൃതനാകുന്ന രക്തബന്ധുക്കളെ, നിങ്ങളുടെയും അമലുകൾ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ നന്മകൾ റബ്ബിന്റെ കോടതിയിൽ സമർപ്പിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഇവരുടെ നന്മകൾ നിങ്ങൾ മാറ്റിയെറിയണേ. ആ ഫയലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. ഇല്ലാ അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ശഹന, ഇല്ലാ അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ശഹന. രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങളാണ്, സംസാരമില്ല, തർക്കങ്ങളാണ്, വാശിയാണ്, വൈരാഗ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവരുടെ ഫയലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. വലിച്ചെറിയ അല്ലാഹ് വലിച്ചെറി. ഹത്താ യസ്തലിഹാ ഐ ഹത്താ യഫിയാ. ഇദ്ഹബൂ ബിഹാദൈൻ, ഈ രണ്ടുപേരുടെ ഫയലുകളും കൊണ്ട് നിങ്ങൾ പോകണേ. ഹത്താ യഫിയാ, അവർ രണ്ടുപേരും കൈ കൊടുക്കുന്നത് വരെ, സലാം പറയുന്നത് വരെ, കെട്ടിപ്പിടിക്കുന്നത് വരെ, പുഞ്ചിരിക്കുന്നത് വരെ അവരുടെ നന്മകൾ എന്റെ ദർബാറിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അതും വെള്ളിയാഴ്ച കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. നമ്മളൊക്കെ വലിയ ഇബാദത്തൊക്കെ എടുക്കുന്നവരാണ്, ഭയങ്കര ഇബാദത്ത്, നിസ്കാരം, ഭയങ്കരമായ ഇബാദത്ത്, ദിക്ർ, ഫിക്ർ, സലാത്ത്, ഇസ്തിഗ്ഫാർ. പക്ഷെ എന്താ, കണ്ടാലും മിണ്ടൂല, സംസാരിക്കൂല. അങ്ങനെ കണ്ടാലും മിണ്ടാൻ സംസാരിക്കാൻ ചെയ്യാത്തവരുടെ അമലുകൾ വെള്ളിയാഴ്ച കൊണ്ടുപോയി അള്ളാന്റെ മുന്നിൽ കാണിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറി, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. ഹത്താ യഫിയ, അവർ സലാം പറയട്ടെ. എത്ര ഹജ്ജ് ചെയ്തിട്ടും പുണ്യമില്ല, എത്ര സിയാറത്ത് ചെയ്തിട്ടും, എത്ര ഉംറ ചെയ്തിട്ടും പുണ്യമില്ല, പോയി. അതും വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകമായ ഒരു ആദരവും ഒരു മഹത്വവും നൽകി ആദരിച്ചത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബർ ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസമോ വെള്ളിയാഴ്ച രാവിലോ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാ വഖാഹു ഖബറിന്റെ ഫിത്നകളിൽ നിന്ന്, ഖബറിന്റെ ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. വെള്ളിയാഴ്ച ദിവസം മരിച്ചാൽ ഭാഗ്യമാണ്. അപ്പൊ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഹദീസ് സഹിഹായ ഹദീസ് തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പൊ വെള്ളിയാഴ്ച അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സിയാറത്തിന് പോയാൽ അതിന് കൂലി ഉണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം. വെള്ളിയാഴ്ച ദിവസത്തിൽ 5 ഗുണങ്ങളുണ്ട്. അത് പോട്ടെ, നമ്മളെ വെള്ളിയാഴ്ചയുടെ മഹത്വം ഒന്നും പറയല്ല ഇവിടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിവസത്തെയും ഈ സദസ്സിനെയൊക്കെ അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമിന്റെ സദസ്സാണ്, ഇൽമിന്റെ നഗരിയാണ്, ഇൽമിന്റെ മഹത്വമാണ്. ഇത് പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ജമാഅത്തും കമ്മിറ്റിക്കാരും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ വേണ്ടവണ്ണം അതിനെ പവിത്രതയോടുകൂടി കാണണം. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിജയം അത് തന്നെയാണ്. നമ്മൾ ഭിന്നിച്ചു പോകരുത്. അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, പിരിഞ്ഞു പോകരുത്. ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞ വാക്കെന്താ, തദ്ഹബു റിഹകു, നിങ്ങളുടെ കാറ്റ് പോകും. നമ്മുടെ കാറ്റ് പോകുന്നു. നമ്മുടെ കാറ്റ് പോയാൽ തീർന്നില്ലേ സംഭവം? ഇപ്പൊ കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. എല്ലാം നമ്മുടെ തലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മിണ്ടാൻ പറ്റുന്നുണ്ടോ? എല്ലാവരുടെ നാവും അടങ്ങിപ്പോയി. ആർക്കും ഒന്നും സംസാരിക്കാനില്ല. നമ്മുടെ തമ്മിലുള്ള അടിയും വഴക്കും പുക്കാറും അത് തീർത്തിട്ടില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നില്ല്. നമ്മളെയൊക്കെ ആകെ മുകളിൽ നിന്ന് തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഭിന്നിച്ചു പോകാതെ സന്തോഷമായിട്ട് മുന്നോട്ട് നീങ്ങും. നമ്മുടെ ആദർശം നമ്മൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഫാറുകൾ ഒരുമിക്കുന്നു, മുശ്രിക്കീങ്ങൾ ഒരുമിക്കുന്നു, ജൂതനസ്രാണികൾ ഒരുമിക്കുന്നു. പക്ഷെ മുസ്ലിമീങ്ങൾ ഭിന്നിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നാശം.
ഏറ്റവും വലിയ നാശം. നമ്മൾ ഇച്ചിരി അഹങ്കാരത്തോടു കൂടി ഞെളിഞ്ഞു നിൽക്കുമ്പോ തീർച്ച അവിടെ പരാജയമേ ഉണ്ടാവുള്ളൂ. ബദറിൽ ന്യൂനപക്ഷമായിരുന്നു, ഈമാൻ ഉണ്ടായിരുന്നു, അള്ളാഹ് വിജയിപ്പിച്ചു 10,000-ന്റെ മുന്നിൽ, 1000-ന്റെ മുന്നിൽ. ഹുനൈനില് ഭൂരിപക്ഷമായിരുന്നു മുസ്ലിമീങ്ങൾ, എതിരാളികൾ 3000 എതിരാളികൾ, പ്രതിയോഗികൾ. സഹാബാക്കൾ 12,000. പക്ഷെ സഹാബാക്കൾക്ക് പരാജയം നേരിടേണ്ടി വരുന്നു. ചെറിയ ഹുങ്ക് വന്നു പോയി. നമ്മള് ഭൂരിപക്ഷം ഉണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, കളിയാ കയറുന്നില്ലേ, തട്ടി അവരെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. പോയി ചെറിയ കിബർ വന്നു പോയി. നമ്മളിപ്പോ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെല്ലാം അങ്ങ് ചെയ്തു തീർക്കാന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പരാജയപ്പെടുത്തി. പിന്നീട് തൗബ ചെയ്തു അള്ളാഹ് വിജയിപ്പിച്ചു. അത് വിഷയം വേറെ. അതുകൊണ്ട് നമ്മളെ പിരിയാൻ നിൽക്കണ്ട. ഭിന്നിച്ചു കഴിഞ്ഞാൽ തദ്ഹബുരിയാക്കും മോനെ, നിന്റെ കാറ്റ് പോകും, ഉറപ്പാ. കാറ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി പഞ്ചറായി, പിന്നെ നിന്റെ വണ്ടി ഓടില്ല, നിന്റെ കാര്യവും പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നിൽക്കും. അള്ളാഹുവിന്റെ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നന്മ നശിപ്പിക്കുന്ന നാവുള്ളത് കൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെല്ലാം ആഖിറത്തിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ നന്മകളെ തകർത്ത് കളയുന്ന, നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് അൽ കദിബു, കളവ് പറയുക. കള്ളം പറയാ എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് സർവ്വസാധാരണമാണ്. പക്ഷെ അതിന്റെ ഗൗരവം ഞാനോ നിങ്ങളോ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് സർവ്വസാധാരണമാണ്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർ മിഹ്റാബ് ഗർജിക്കുന്ന ഒരായത്തുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ ഒരായത്താണ്. ഒന്നാമത്തെ ഖുതുബ പൂർത്തിയാക്കുന്നത് ഇമാമിങ്ങൾ ആ ആയത്ത് മോദിക്കൊണ്ടാണ്. പക്ഷെ ആ സമയം നമ്മൾ നല്ല ഉറക്കത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. നല്ല ഉറക്കമല്ലേ? എല്ലാവരും മിമ്പർ ഉസ്താദ് അങ്ങോട്ട് കുത്തുബോധം കയറി കഴിഞ്ഞാൽ നല്ല റാത്തട്ട് ഉറങ്ങും. ഇന്നല്ലാഹി അമറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇൽ ഖുർബ വനഹൽ ഫഹ്ശ വലദിക്റുല്ലാഹി അക്ബർ എന്ന് പറയുമ്പോൾ ചാടി ചാടിയല്ലേ. അതുവരെ നല്ല ഉറക്കാളി. എന്താ പ്രസംഗിച്ചെന്നും അറിയില്ല, എന്താ ഖുത്ബ ഓതിയെന്നും അറിയില്ല. ഒന്നാമത്തെ ഖുത്ബ ഓതി തീർക്കുമ്പോൾ ഒരു ആയത്ത് ഓതിയിട്ട് തീർക്കുന്നത്. എന്തിനാ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ ഈ ആയത്ത് ധരിപ്പിക്കുന്നത്? എന്തിനാണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ ഭയപ്പെടണമേ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ ഒരു ഡിമാൻഡാണ്, വഖൂലു ഖൗലൻ സദീദാ. അള്ളാഹു കള്ളനല്ല, അവൻ കളവ് പറയുന്നവനല്ല. സദഖല്ലാഹ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മൾ പറയുന്നുവെങ്കിൽ അള്ളാഹു സത്യം മാത്രമാണ്. പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നമ്മളെ അറിയിച്ചു തരുന്നതുമെല്ലാം ആ പടച്ചതം പറയുന്നു, അവനെ നിങ്ങൾ ഭയപ്പെടുന്നവരാണോ? വഖൂലു ഖൗലൻ സദീദാ. നിങ്ങൾ നന്മ മാത്രം പറയണേ, സത്യം മാത്രം പറയണേ, സത്യം മാത്രം. ഖൗലൻ സദീദാ അള്ളാഹ് പറഞ്ഞ വാക്കാണ്. അള്ളാഹയെ പേടിക്കണം എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് അള്ളാഹയെ പേടിക്കണമെങ്കിൽ ഖൗലൻ സദീദാ, ഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം? യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ നന്മ അല്ലാഹു നശിപ്പിക്കുകയില്ല, നിങ്ങളുടെ കർമ്മങ്ങളെ അല്ലാഹു നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു മാപ്പ് ചെയ്തു തരും. എപ്പോ? കളവ് പറയാതെ സത്യസന്ധമായ വാക്ക് നീ ഉപയോഗിച്ചാൽ. അല്ലാഹുവിന്റെ ഡിമാൻഡാണ്. നമ്മൾ കുറെ നിസ്കരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയേ ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാവിനെ പിടിച്ചിട്ട് പറയുകയാണ്, കുഫ്ഫൻ ഗഹാദാ, ഈ സാധനമുണ്ടല്ലോ ഇത് നീയൊന്ന് സൂക്ഷിക്കണേ, ഇത് നീയൊന്ന് സൂക്ഷിക്കണേ. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇതൊന്ന് സൂക്ഷിച്ചാൽ മതി, ബാക്കി കാര്യം ഒക്കെയാണ്. ഉപദേശിച്ചാണ്, അല്ല 2 മണിക്കൂർ വാദമൊന്നും പറഞ്ഞു കൊടുത്തില്ല. എനിക്കൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഉപദേശം നൽകാൻ വേണ്ടി 4 പണ്ഡിതന്മാർ വന്നു. എത്ര പേര് ഉപദേശം കേട്ടു? നബിതങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് എനിക്കൊരു ഉപദേശം തന്നെ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ നാവ് നീട്ടിട്ട് പറഞ്ഞതാ, ഇത് നീ ഒന്ന് സൂക്ഷിച്ചാൽ മതി, ബാക്കിയൊന്നും വേണ്ട. സൂക്ഷിക്കാൻ പറ്റും നമുക്ക്? 32 പല്ലിനിടെ കിടക്കുന്ന ഈ എല്ലില്ലാത്ത ഈ സാധനം കാണിക്കുന്ന പണി ചെറിയ പണിയാ? എന്താ പണിയുന്നത് ഈ സാധനം? ഇതല്ലേ മൊത്തം ഇടങ്ങാറുണ്ടാക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് വഖൂലൂ ഖൗലൻ സദീദാ, നല്ല
നല്ല വാക്ക് പറയണേ, നന്മ മാത്രം പറയണേ, ധർമ്മം മാത്രം പറയണേ, അസത്യത്തിന്റെ കാവലാളാകരുതേ. നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനുമായി നീ പ്രവർത്തിക്കണേ എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുമ്പോ അതിന്റെ ഗുണമെന്താണ്? യുസ്ലിഹു ലക്കും അഅമാലക്കും, നിന്റെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. അത് നശിപ്പിക്കുകയില്ല, അത് നശിപ്പിക്കുകയില്ല. നമ്മുടെ നിസ്കാരം, ഇബാദത്ത്, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സിയാറത്ത്, കർമ്മം എല്ലാം അല്ലാഹു നന്നാക്കി തരും. നാവ് സൂക്ഷിച്ചാൽ, കളവ് ഒഴിവാക്കിയാൽ. പാവങ്ങളും അല്ലാഹു മാപ്പ് ചെയ്തു തരും. ആരെങ്കിലും ഇത് പറഞ്ഞത് കേട്ട് അനുസരിച്ച് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് ഈ പറഞ്ഞ വാക്കുകളെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ അവൻ വ്യക്തമായി അവൻ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. ഉന്നതമായ വിജയത്തിലേക്ക് അവൻ എത്തി. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നാവ് സൂക്ഷിക്കുക, അല്ലാഹയെ ഭയപ്പെടുക, എങ്കിൽ ഓക്കേ. അല്ലാഹ് പറഞ്ഞ വാക്കാണ് സൂറത്തുൽ അഹ്സാബ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്നസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർർ വഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന വഇയ്യാകും വൽ കദിബ് ഫഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദീ ഇലൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലൈക്കും ബിസ്സിദ്ഖ്, സത്യസന്ധതയെ നിങ്ങൾ മുറുകെ പിടിക്കണേ, സത്യം മാത്രം നിങ്ങൾ പറയണേ, ധർമ്മത്തിൽ മാത്രം നിങ്ങൾ കൂട്ടുനിൽക്കണേ. കാരണം എന്താണ്? ഫഇന്നസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർരി, തീർച്ചയായും നീ പറയുന്ന സത്യസന്ധമായ വാക്കുകളുണ്ടല്ലോ അത് നിന്നെ നന്മയിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. അങ്ങനെ നീ നന്മയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഫഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, നിന്റെ സങ്കേതമായ, നിന്റെ താവളമായ, നിന്റെ ലക്ഷ്യസ്ഥാനമായ സ്വർഗീയ ആരാമത്തിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടെത്തിക്കാൻ ഈ നന്മ നിനക്കൊരു പ്രചോദനം ചെയ്യും, ഈ സത്യസന്ധത നിനക്കൊരു പ്രചോദനം ചെയ്യും, അത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അലൈക്കും ബിസ്സിദ്ഖി, സത്യസന്ധതയെ മുറുകെ പിടിക്കണേ. വയ്യാക്കും വൽ കദിബ്, കളവ് പറയരുതേ, കളവ് പറയരുതേ. കാരണം ഫഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ, തീർച്ചയായും കളവ് പറഞ്ഞാൽ അവനെ തമ്മാടിയാക്കി മാറ്റുമത്രേ, അധർമ്മകാരിയാക്കി മാറ്റുമത്രേ. വഇന്നൽ ഫുജൂറ യഹ്ദീ ഇലൻ നാർ, ആരാണോ തമ്മാടികളായത്, ആരാണോ അധർമ്മകാരികളായത്, ആരാണോ കളവ് പറയുന്നവനായി മാറിയത്, അവന്റെ സങ്കേതം നരകമാണ്, നരകമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. വെറുതെ വെറുതെ കളവ് പറയും, ചുമ്മാ ആവശ്യമില്ലാതെ. ഉമ്മാന്റെ അടുത്ത് മക്കൾ കളവ് പറയും, മക്കളുടെ അടുക്കൽ ഉമ്മയുപ്പയും കളവ് പറയും. ഒരു വെറുതെ പോലും. ഏപ്രിൽ മാസം 1-ാം തീയതി എത്ര പേര് കളവ് പറഞ്ഞു? കേവലം ഒരു തമാശ. നിങ്ങൾക്കൊക്കെ ഒരു തമാശ. ഏപ്രിൽ ഫൂൾ, ലോക വെഡ്ഡി ദിനം, നിങ്ങൾക്കൊരു തമാശ അല്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഇന്നർ റജുല ലാ യതകല്ലമു ബികലാമിൻ നാസ് ലാ യറാ ബിഹാ ബസാ യഹ്വി ബിഹി 70 ഖരീഫൻ മിനൻ നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. കേവലം സംസാരത്തിൽ, ഭാഷണത്തിൽ, ഒരു രസത്തിന് വേണ്ടി ഒരാളെ കളിയാക്കാൻ, കളിപ്പിക്കാൻ, തമാശയ്ക്ക് നിങ്ങളുടെ സംസാരത്തിന്റെ കൂട്ടത്തിൽ ഒരു കളവ് നിങ്ങൾ കൂട്ടിച്ചേർത്താൽ യഹ്വി ബിഹി 70 ഖരീഫൻ അതിന്റെ പേരിൽ 70,000 വർഷം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വർഷം? 70 ദിവസമല്ല, 70 വർഷമല്ല, 70,000 വർഷം. എന്തിനു പറഞ്ഞത്? കേവലം ഒരു ഏപ്രിൽ ഫൂൾ, ഏപ്രിൽ ലോക വിഡ്ഢി ദിനത്തിന്റെ 1-ാമത്തെ ദിവസത്തിൽ എന്റെ കാമുകിയെ വിളിച്ച്, എന്റെ കാമുകനെ വിളിച്ച്, എന്റെ സുഹൃത്തിനെ വിളിച്ച് ഞാൻ ഒരു തമാശക്കൊരു കളവ് പറഞ്ഞു പോയി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ അറിവില്ലാതെ പറഞ്ഞു പോയെങ്കിൽ ഈ സമയം ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്യണേ, പശ്ചാത്തപിക്കണേ. ഇല്ലെങ്കിൽ 70,000 വർഷം നരകമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
7 സെക്കൻഡ് കിടക്കാൻ പറ്റില്ലല്ലോ നരകം. 7 സെക്കൻഡ്. ഇപ്പൊ തന്നെ ഈ ചൂട് സഹിക്കാൻ കഴിയും നിങ്ങൾക്ക്? നമ്മുടെ ഇവിടുത്തെ ചൂട് എന്താ? ഈ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന ഈ വെള്ളം കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇതിന്റെ 70 ഇരട്ടിയിലായിരിക്കും, അധികത്തിലാണ് കത്തിക്കുന്ന നരകത്തില്. 3000 വർഷം കത്തിച്ച തീക്കത്തിട്ട കത്തിക്കുന്ന അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. 7 സെക്കൻഡ് കിടക്കാൻ പറ്റൂലല്ലോ. നരകം തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നരകം തന്നെ അള്ളാഹുടെ ആവലാതി ചോദിച്ചു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഇഷ്തഖത്തിന്നാർ. ഒരിക്കൽ അള്ളാഹുവിനോട് നരകം ആവലാതി പറയുകയാണ്. ഫഖാലത് യാ റബ്ബി, പടച്ചവനെ, അകല ബഅലി ബഅലാ, ചൂടിന്റെ കാഠിന്യത്താൽ എന്റെ ചില ഭാഗം ചിലത് തിന്നു തീർക്കുകയാണ് പടച്ചവനെ. തിന്നുകൊണ്ടിരിക്കാണ്, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രാവശ്യം ഒന്ന് നിശ്വസിക്കാൻ അല്ലാഹു നരകത്തോട് പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്ന് നഫസുൻ ഫിശ്ശിതാ വ നഫസുൻ ഫിസ്സൈർ. കൊടും തണുപ്പുള്ള സമയത്തും കൊടും ചൂടുള്ള സമയത്തും നരകം 2 പ്രാവശ്യം നിശ്വസിച്ചു അത്രേ. ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർ ഫഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ. നിങ്ങൾ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അത് നരകത്തിന്റെ നിശ്വാസമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കൊടും തണുപ്പുണ്ടല്ലോ, അതും നരകത്തിന്റെ നിശ്വാസമാണ്. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ നിശ്വാസം. ആ നരക 7 വർഷം 7 മിനിറ്റ് വന്നിക്കാൻ പറ്റില്ലല്ലോ. ദോശക്കല്ലിൽ കയറി കുത്തിയിരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ദോശക്കല്ലില് ദോശയൊക്കെ ചുട്ടിട്ട് ഉമ്മ ഞാൻ ഒന്ന് കയറി ഇരിക്കട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് ഒന്ന് കയറി ഒന്നിരുന്ന് ഒന്ന് നോക്കാം, ഇങ്ങനെ ഉണ്ടെന്ന് സംഭവം. മെഡിക്കൽ കോളേജിൽ പോലും എടുക്കൂല. എത്ര പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അവന്റെ ചന്തി ശരിയാവൂല. പിന്നെ അതുപോലെ തുറന്നൊപ്പിച്ചെടുക്കാൻ പിന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോകണോ? നടക്കൂല സംഭവം. കേവലം 100 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഈ ദോശക്കല്ലിന്റെ ചൂട് ഇതാണോ അവിടെ? ഭയങ്കര ഇരുമ്പിന്റെ തട്ടുകളാണ് നരകത്തിൽ, ഇരുമ്പിന്റെ തട്ടുകൾ. അതിന്റെ ഇടയ്ക്കോട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടും. മെഷീനൊക്കെ ഉണ്ടാക്കി ഓരോ സാധനങ്ങൾ ഇങ്ങനെ പാർസലാക്കി കയറ്റി ഇങ്ങനെ വിടുന്ന പോലെ ജസ്റ്റ് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിടും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവിടെ കിടന്നോളാൻ പറയും 70,000 വർഷം. അല്ലാഹ് എന്ത് ചെയ്തിട്ടാ പഠിച്ചോനെ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അല്ലാഹു, ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്തില്ല. ഏപ്രിൽ ഫുൾ 1-ാം തീയതി കേവലം നിന്റെ കൂട്ടുകാരനെ കളിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് ഒരു കളവ് പറഞ്ഞവനല്ലേ നീ? ആയിരുന്നു അല്ലാഹ്. ഞാൻ മാപ്പ് ചോദിക്കുന്നുള്ള. ഇവിടെ അല്ല മാപ്പ് ഒക്കെ അങ്ങ് കൊടയത്തൂരായിരുന്നു. അവിടെ വെച്ച് മാപ്പ് സ്വീകരിക്കില്ല, അത് അവിടെ സ്വീകരിക്കുള്ളൂ. ഇവിടെ ആ പരിപാടി ഇല്ലാന്ന് പറയുന്നത്. അതൊക്കെ കൊടയത്തൂര്. ദുനിയാവിൽ വെച്ചെല്ലാം. ആഖിറത്തിൽ വന്നിട്ട് ഒരു പരിപാടിയില്ല. തൗബയ്ക്കുള്ള ഒരു അവസരം ഇല്ലല്ലോ. അവന്റെ ഒരു ഉദുറും അവിടെ ആഖിറത്തിൽ സ്വീകരിക്കില്ലല്ലോ. ഒരു ഉദുറും സ്വീകരിക്കില്ലല്ലോ. എന്നാൽ ആഖിറത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവന്റെ ഒരു അപേക്ഷയും ഇങ്ങോട്ട് വേണ്ട. നിന്ദ്യനായി നികൃഷ്ടനായി നരകത്തിലേക്ക് പോയി വീഴൂ സഹോദരാ. നിന്റെ ഒരു അപ്പീലും എനിക്ക് വേണ്ട, ഒരു അപരാധിയും എനിക്ക് കേൾക്കണ്ട. ഞാൻ സംസാരിക്കാൻ നിന്നോട് ഇഷ്ടപ്പെടുന്നുമില്ല. പോയില്ലേ? അല്ലാഹു പറഞ്ഞ പോയില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? തമാശയ്ക്ക് പോലും കേവലം ഒരു കളവ് പറയാൻ പാടില്ല. ശരി, ചില ആളുകൾ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയും. ഇപ്പൊ വാദന്മാരടക്കം, ഞാൻ അടക്കം ചുമ്മാ ജനങ്ങളെ ഒന്ന് ഉറക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അവരെ ഒന്ന് രസിപ്പിക്കാനും ഒരു ഉണ്ടാക്കിയ ഒരു തമാശ ഇല്ലാത്തതാ, കളവാ സംഭവം. ويل لمن يحدث فيكذب ليضحك به القوم ويل له أو كما قال رسول الله നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചില ആളുകളുണ്ട് ചിലരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി, രസിപ്പിക്കുന്നതിന് വേണ്ടി, ആ സദസ്സിനെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി കളവ് പറയാറുണ്ട്. പ്രഭാഷണങ്ങളിലൂടെയാകട്ടെ, കോമഡികളിലൂടെയാകട്ടെ, സംസാരങ്ങളിലൂടെയാകട്ടെ, ഹാസ്യങ്ങളിലൂടെയാകട്ടെ, ജനങ്ങളെ കയ്യിലെടുക്കാൻ, ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നവരെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു, അവർക്ക് നാശമാണ്, നരകമാണ്, നാശമാണ്, നരകമാണ്, നാശമാണ്, നരകമാണ്. ആർക്ക്? ജനങ്ങളെ ലിയുൽഹിക ബിഹിൽ ഖൗമ, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ആരാണോ കളവ് പറഞ്ഞത് അവർക്ക് നരകമാണ്, നരകമാണ്, നരകമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. ചിരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കളവ് പറയാ, ഒരിക്കലും കളവ് പറഞ്ഞിട്ടുണ്ടോ? യാ അല്ലാഹ് തൗബ ചെയ്ത യാ അല്ലാഹ് ഞാൻ കളവ് പറഞ്ഞു പഠിച്ചോ, ഇനി മേലില്ല അല്ലാഹ് തൗബ ചെയ്യണം.
അല്ലാഹു പറഞ്ഞ വാക്ക. വേണമെങ്കിൽ ഹദീസ് ഓതിട്ട് പറയാണ്, നമുക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. പറയേണ്ട ബാധ്യത എനിക്ക്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. പറയൽ എന്റെ കടമ, സ്വീകരിക്കൽ നിങ്ങളുടെ കടമ. ഫമൻ ശാഅ മിൻകും ഫൽയുമിൻ വമൻ ശാഅ മിൻകും ഫൽയക്ഫുർ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞു. അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ വാക്കുകളാണ്. സുഖമില്ലാതെ വീട്ടിൽ ഇരുന്നതാണ്, നമ്മൾ വെറുതെ നിർബന്ധിച്ച് വിളിച്ച് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇങ്ങോട്ട് വരാം. ക്ഷീണത്തിലൊക്കെ ഉസ്താദ് വരണ്ടായിരുന്നല്ലോ. ഉസ്താദ് ബർക്കത്തിന് വേണ്ടി 10 മിനിറ്റ് ഇരുന്നിട്ട് അങ്ങ് പോയാലോ. അള്ളാഹു ആഫിയത്തും ദീർഘാശം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാഞ്ഞാർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആലിമ്യങ്ങളെ കിട്ടിയ സ്ഥലമല്ലേ, വലിയ മഹാന്മാര് സാലിഹ്യങ്ങളൊക്കെ. നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരല്ലേ. ഒരുപാട് നാടിനെ കൊണ്ട് അള്ളാഹു ഒരുപാട് ആലിമ്യങ്ങളെ കൊണ്ട് ഒരുപാട് ബുസുർഗികളെ കൊണ്ട് അനുഗ്രഹീതമായ നാടാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ മൗലാന, അവരുടെ കുടുംബം, അതേപോലെ ബുസുർഗികളെ, എത്രയോ നമ്മുടെ ഖബറുകൾ ഇതൊക്കെ ഈ മണ്ണിലാണ് അന്ത്യവിശ്രമങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണറകളെ മണിയറകളാക്കി ഉയർത്തുമാറാകട്ടെ. ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വാത് കേട്ട് ദീനിന്റെയും ക്ലാസ് ഒക്കെ കേൾക്കുന്നതുകൊണ്ടായിരിക്കും ആളുകളൊന്നും ഇപ്പോൾ വരാത്തത്. എപ്പോഴും കേൾക്കുന്നല്ലേ ഉസ്താദ്. പുതിയ ഇൽമൊന്നും ഇല്ലല്ലോ, എല്ലാം പുതിയ ഇൽമല്ലല്ലോ ഇല്ലല്ലോ, എല്ലാം 1400 വർഷം പഴക്കമുള്ള സാധനങ്ങളേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. ആരെല്ലാം ഒക്കെ നമ്മളൊക്കെ വാത് പറയുമ്പോൾ ഉസ്താദെ പുതിയ വിഷയമൊന്നും ഇല്ലയോ ഉസ്താദെ, പുതിയ ഹദീസ്, പുതിയൊരു ആയത്ത്, അതെങ്ങനെ പുതിയ ഹദീസും പുതിയ ആയത്തും ഇപ്പോൾ എവിടെ തീർക്കാൻ പറ്റും? 1400 വർഷം പഴക്കമുള്ള സാധനം ഇപ്പോൾ നമ്മുടെ അടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാം 1400 വർഷം പഴക്കമുള്ള സാധനമാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ പുതിയ ഒരെണ്ണം കിട്ടുക? നമുക്ക് പുതിയതുപോലെ തോന്നിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഖുർആനും ഹദീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അത് പുതിയതുപോലെ തോന്നിക്കും അല്ലാഹു തആല. അതങ്ങനെയാണ്. അല്ല പുതിയൊരു ഹദീസും പുതിയൊരു വിഷയം ഇപ്പോൾ നമുക്കിപ്പം ഖുർആനകത്തുള്ള അല്ലേ ഉള്ളൂ സംഭവം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? എപ്പോഴും നമ്മുടെ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് മുഴുവൻ ഇത് കണ്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇത് ഇന്നലെ കണ്ട അത് കേട്ടുകൊണ്ടിരിക്കണം. മൻ തഖററ അല സമി തഖററ ഫിൽ ഖൽബി എന്നല്ലേ. കൂടുതൽ ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ അവന്റെ കൽബിൽ അത് ഒതുങ്ങിയിരിക്കും. കൽബിൽ അത് കേൾക്കും, അവന്റെ ഹൃദയത്തിൽ അത് എത്തിപ്പെടും, റാഹത്തായിരിക്കും. എപ്പോഴും ഏത് സമയത്തും അത് കൊള്ളാം, അതങ്ങനെ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹദീസ് ഓർമ്മ വരും, ആയത്ത് ഓർമ്മ വരും. അത് സ്ഥിരമായിട്ട് കേൾക്കണം. എല്ലാ ദിവസവും നമ്മൾ ഫാത്തിഹ ഓതാറുണ്ടല്ലോ, നമുക്ക് അതൊക്കെ വിരസത തോന്നാറുണ്ടോ? ഇമാമ് ഓതുന്ന ഫാത്തിഹയ്ക്ക് ഇമാമിനെന്താ? ഏത് ഇമാം വന്നാലും നമ്മൾ 12 വർഷമായിട്ട് 20 വർഷം 50 വർഷമായിട്ട് നിൽക്കുന്നത് എല്ലാവരും ഫാത്തിഹ. എന്നാൽ പിന്നെ കുൽവല്ല കൊണ്ട് തുടങ്ങിയിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിക്കൂടെ? ആരെങ്കിലും ഒരു അഭിപ്രായം പറയാറുണ്ടോ? ഇല്ല. നമുക്കൊരു ആവർത്തന വിരസത തോന്നുന്നുണ്ട്, അതുമില്ല. പുതുമയാണ് തോന്നാറുള്ളത്. ഓരോ ആലിമ്യങ്ങൾ വന്ന് ഓരോ ശൈലിയിലൊക്കെ ഇങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ നമുക്ക് പ്രത്യേകത ഒരു അനുഭൂതിയാണ് പ്രത്യേകമായിട്ട് നമുക്കുണ്ടായി തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പറയുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കളവ് സൂക്ഷിക്കണം. കളവ് പറയാൻ പാടില്ല. കച്ചവടത്തിൽ കളവ് പറയും. കച്ചവടത്തിൽ നമ്മൾ കച്ചവടക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവടം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് കച്ചവടം ചെയ്ത് വെച്ചിട്ട് എന്റെ പൊന്നു സഹോദരങ്ങൾ, നിങ്ങൾ കച്ചവടം ചെയ്ത് ഇതൊക്കെ ആഖിർ എന്തിനാ കച്ചവടം, എന്തിനാ നമ്മൾ സമ്പാദിക്കുന്നത്? ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തലബ ദുനിയാ ഹലാലാ ഇസ്തിഅഫാഫൻ അനിൽ മസ്അലാ വസഅയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ جاره جاء يوم القيامة ووجهه مثل القمر ليلة البدر أو كما قال رسول الله صلى الله عليه وسلم. അതിരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഹലാലായത് സമ്പാദിച്ചാൽ എന്തിനാണ് അവന്റെ സമ്പാദ്യം? ഒന്ന്, ഇസ്തിഗ്ഫാഫൻ അനിൽ മസ്അല, മറ്റൊരാളുടെ മുന്നിൽ യാചിക്കാതിരിക്കാൻ. ഞാനോ തന്റെ ഭാര്യയോ തന്റെ മാതാപിതാക്കളോ തന്റെ സന്താനങ്ങളോ ഒരാളുടെ മുന്നിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കരുതേ. ഒരാവശ്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടരുതേ. അങ്ങനെ സ്വന്തം കൈനീട്ടുന്നതിൽ നിന്ന്, യാചനയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി ഒരാൾ സമ്പാദിച്ചാൽ തന്റെ കുടുംബിനിയെ സംരക്ഷിക്കാൻ, തന്റെ മക്കളെ സംരക്ഷിക്കാൻ, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരാൾ സമ്പാദിച്ചാൽ നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല നന്നാവേണ്ടത്, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ഗുണമുണ്ടാവേണ്ടത്,
വേണ്ടത്. വതഅത്തുഫൻ അലാ ജാരിഹി, അയൽപക്കത്തുള്ള നമ്മുടെ കുടുംബക്കാരല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അയൽപക്കക്കാരുണ്ടല്ലോ, ആ അയൽപക്കക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹലാലായത് നീ സമ്പാദിക്കുന്നതെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ജാഅ യൗമൽ ഖിയാമത്തി വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദർ, ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരപ്പെടുന്നത്, അവൻ വരുന്നത് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശമാനമായ മുഖ സൗന്ദര്യത്തോടു കൂടിയാണ് ഇവൻ നാളെ മഹ്ശറിലേക്ക് കടന്നു വരിക. മറിച്ച് മൻ തലബ ദുനിയ ഹലാല മുഫാഖിറൻ ബിഹാ മുകാസിറ, അഹങ്കാരത്തിനും കിബർ പറയാനും പ്രൗഢിക്കും പെരുമയ്ക്കും വേണ്ടിയാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ ലഖിയല്ലാഹ തആല വഹുവ അലൈഹി ഗളബാൻ, നാളെ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ മഹ്ശറിന്റെ മൈതാനിയിൽ അല്ലാഹു ഇവനെ കണ്ടുമുട്ടുമ്പോ കോപാകുലനായ അവസ്ഥയിലായിരിക്കും പടച്ച റബ്ബ് ഇവനെ കാണുക എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണേ, ഹലാലായിരിക്കണേ. കളവ് പറഞ്ഞ് സമ്പാദിക്കരുത്. അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ ഫഇൻ സദഖാ വബയ്യനാ ബൂരിക ലഹുമാ بورك لهما في بيعهما وإن كتما وكذبا محقت بركة بيعهما أو كما قال رسول الله نبينا رسول الله صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, കച്ചവടക്കാരെ നിങ്ങളുടെ കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വരുന്ന, നിന്റെ അരികിലേക്ക് നീ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മത്സ്യമാകട്ടെ, മാംസമാകട്ടെ, പച്ചക്കറിയാകട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് വാങ്ങാൻ നിന്റെ അരികിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വന്നാൽ ആ സാധനത്തിന്റെ നിജസ്ഥിതി നീ അവനോട് തുറന്നു പറയണേ. രഹസ്യം ഒളിപ്പിച്ചു വെച്ച്, കളവ് ഒളിപ്പിച്ചു വെച്ച്, സത്യസന്ധത മറച്ചു വെച്ച്, കള്ളത്തരവും അവന്റെ മുന്നിൽ നീ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിന്റെയും ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറിച്ച് ഫൈൻ സദഖാ വബയ്യനാ, ആ സാധനത്തിന്റെ യാഥാർത്ഥ്യം നിജസ്ഥിതി നീ വെളിപ്പെടുത്തി കൊടുത്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൂരിക ലഹുമാ ഫീ ബറകത്തി ബൈഇഹിമാ, നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. വാങ്ങിയവനും ഗുണം ഉണ്ടാവും, കൊടുത്തവനും ഗുണം ഉണ്ടാവും, രണ്ടുപേർക്കും. എപ്പോ സത്യം തുറന്നു പറഞ്ഞ് കച്ചവടം ചെയ്യണം. മത്സ്യം കൊണ്ട് വെച്ചിരിക്കുന്നു, ഇന്നലെ പിടിച്ചോണ്ട് വന്നോ, വേണമെങ്കിൽ മേടിച്ചോ കാക്ക, അണ്ണ മേടിച്ചോ, ഇന്നലത്തെ ഇവിടെ സാധനം എത്തണമെങ്കിൽ തന്നെ എത്ര ദിവസം എടുക്കും? 40-ാം പാത്യ കഴിയും, 3-ാം പാത്യമെങ്കിലും 11-ാമത്തെ പാത്യ കഴിയും. അതനുസരിച്ച് ഇവിടെ വരെ നമ്മളെന്തിനാ അത് അറിയില്ല. വിജയവാഡ എന്ന് വന്ന സാധനമാണ് ഇപ്പൊ വടക്കുന്ന മീൻ ഉസ്താദ്. ഇവിടെ ഇപ്പൊ മീൻ പിടിക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല, 5-6 ദിവസത്തെ പഴക്കമൊക്കെ കാണുമല്ല. ഇപ്പൊ ഇന്നലെ പിടിച്ച മീൻ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഇപ്പോൾ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് സംഭവം. വേണമെങ്കിൽ വാങ്ങി ഉസ്താദ്, കുഴപ്പമൊന്നുമില്ല. വലിയ ഞങ്ങൾ ഇതൊക്കെ തന്നെ തിന്നുന്നത്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. മൈദീൻ അണ്ണന്റെ കച്ചവടം ബർക്കത്തായ കച്ചവടം, ഉള്ളത് ഹക്കായിട്ട് തുറന്നു പറഞ്ഞു, ഉള്ളത് ഹൈറായിട്ട് തുറന്നു പറഞ്ഞു. അതല്ലാതെ ഇതിപ്പോ ഞങ്ങൾ പാടിയെന്ന് ഞാൻ എടുത്തിട്ട് വന്നാണ്, ഇപ്പത്തെ കൊണ്ടുവന്ന മറ്റോണ്ട് ചെകളൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഈ സാധനം ഇതിങ്ങനെ പിടിച്ചെന്നാ എന്താ നമുക്കെന്തറിയാം സംഭവം? ഇത് നമുക്കെന്തറിയാം ഇതിങ്ങനെ പിടിച്ചെന്നാല് ഇതെന്താണ് എങ്ങനെയാണ് ഇത് നമുക്കറിയില്ല സംഭവം. ഉള്ള ഹക്ക് നിങ്ങൾക്ക് അറിയുന്നത് അല്ല പറയാം. അല്ലാഹു അലൈഹി എനിക്കൊന്നും അറിയില്ല, ഈ കാണുന്ന സാധനമാണ്, ഇതനുസരിച്ച് നിങ്ങൾ അങ്ങ് വായിച്ചു തീർന്ന സംഭവം. മൊബൈൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന മൊബൈൽ അത് ഇങ്ങനെ കാണിച്ചെടുക്കും, അങ്ങനെ കാണിച്ചെടുക്കും, ഇങ്ങനെ കാണിച്ചെടുക്കും, ഇത് കണ്ട അവിടെ കണ്ട, ഇത് കണ്ട മറ്റേ കണ്ട, ഇങ്ങനെ പല രീതിയിലാണ് മൊബൈലിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. പല രീതിയിലും പല അവസ്ഥകളിലുമാണ്. ഹക്ക് പറഞ്ഞ് കച്ചവടം ചെയ്യും, അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അതാണ് വേണ്ടത്. 10 മണി വരെ നമ്മുടെ ഉസ്താദിന്റെ സമയമുള്ളൂ. 10 മണിക്ക് മുമ്പ് ഉറങ്ങണം അദ്ദേഹം. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ബാധെല്ലാം കേൾക്കാൻ വലിയ റാഹത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഉസ്താദ. എന്തായാലും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നല്ലോ. ഒരു വാള് കേട്ട് 2 മണിക്കൂർ ഇരുന്ന് പോയതുകൊണ്ട് 5 ദിവസം ആശുപത്രി കിടന്നു. അതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് 10 മണിക്ക് ഉറങ്ങണം. ഇത്ര ഇരുന്നല്ലോ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും